നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ ജനതയ്ക്ക് ഗോവർദ്ധന്റെ ഒരു മുന്നറിയിപ്പ്. എന്ന വൻമരം വീണു, പകരം ആര്? കിടക്കും സാർ. ആദർശധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ, ആരായിരിക്കാം മഹാഭാഗ്യം? ഒരു പുതിയ അണ്ണൻ വന്നിട്ടില്ല, അമേസിംഗ് അണ്ണൻ. മമ്മൂട്ടി എന്ന അതികായൻ ഇന്ത്യൻ സിനിമയുടെ വന്നോളൂ. വിവേകാനന്ദൻ ഒരു വൈറലാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നു. ഇനി മേലെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. ആറാട്ടൻ ഫീൽഡ് ഔട്ട് ആക്കിയാ പറയണം. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞു എന്ന് കരുതി മുതലാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം. ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. ഇപ്പൊ പെരേറ മുതൽ വന്നവരെല്ലാം പ്ലാൻഡ് ആണ്. ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം. ഞെട്ടിപ്പോയി. എന്താ പറ്റിയെന്ന് അറിയില്ല. ഭയങ്കര ഒച്ചയും ബോളും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പല ആൾക്കാരും വൈറലാൻ വേണ്ടി എന്ത് വൃത്തികളും കാണിക്കുക. ഇനി നടക്കപ്പോറത് യുദ്ധം. പുള്ളിയുടെ പ്രായം പരിഗണിക്കുക, ഹെൽത്ത് പരിഗണിക്കുക. പുള്ളി പറഞ്ഞ ശേഷം ദൂരം ഓടിപ്പോയിട്ട് പുള്ളി കിതക്കുകയെ. വിശാല മനസ്കത നീ മനസ്സിലാക്കണം. നോക്കണേ, വല്ലഭേട്ടന്റെ വിശാല മനസ്കത മനസ്സിലായി. ഈ വല്ലഭേട്ടനെ എനിക്ക് മനസ്സിലായി. എത്ര അണ്ണന്മാരാണ്? ആറാട്ട് അണ്ണൻ, ജയിലർ അണ്ണൻ, പ്രസംഗ അണ്ണൻ, എല്ലാ അണ്ണന്മാരാണ്. തീ കടിക്കാൻ മാത്രമുള്ള പ്രശ്നമുണ്ടോ? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ കുറെ നാൾ കഴിയുമ്പോഴേക്കും ഓരോ ആൾക്കാർ മാറി പുതിയ ആൾക്കാർ വരും. സൂപ്പർ സ്റ്റാർ ആണ് പിറകെ എന്നെ മറക്കണ്ട. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. മലയാളികൾക്ക് അല്ലെങ്കിൽ അസൂയ കൂടുതലാണല്ലോ. എന്റെ കമാൻഡ് ഇട്ടാതെ ഒരുത്തനും കയറി അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ടു അമേസിംഗ് അണ്ണൻ. നന്നായിട്ട് വരട്ടെ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ഈ അണ്ണന്മാർ വന്ന് അണ്ണന്മാർ യൂണിവേഴ്സിറ്റി തുടങ്ങാം. അവിടെ കിടന്ന് ഉറങ്ങിയാ പോരെ, ഇങ്ങോട്ട് എന്തിനാ വന്നത്? ഞാൻ തലയിടും, എല്ലാത്തിനും തലയിടും. കാരണം ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. I don't care. ഞാൻ വളരെ കച്ചറയാണ്.